നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 05/25. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 91ാമത്തെ ചോദ്യം: 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അഞ്ച് വർഷം മുൻപ് അതുപോലെ ഇപ്പോൾ സാബുവിൻ്റെയും ഷീലയുടെയും കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങ്. ഷീലയുടേത് എക്സ് ആയിരുന്നെങ്കിൽ സാബുവിൻ്റെത് 3x. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പം 2 പേർക്കും ഇതുമായിട്ട് 5 കൂടിയിട്ടുണ്ട്. 3x + 5 ആയിട്ടുണ്ട്, എക്സും +5 ആയിട്ടുണ്ട്. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം അപ്പോൾ 12 ഉണ്ടെന്നർത്ഥം. 3x + 5 സാബുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് - x + 5 ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് ചെയ്താൽ 12 കിട്ടണം. അതാണ് 12 വയസ്സ് കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ. 3x + 5 - x - 5 = 12. 3x - x +5 -5 ക്യാൻസൽ ആകുന്നു. 3x - x 2x = 12, x = 6. അപ്പോൾ x എന്ന് പറയുന്നത് 5 വർഷം മുമ്പുള്ള ഷീലയുടെ വയസ്സ്. നമുക്ക് 6 എന്ന് കിട്ടി. ഇപ്പോൾ ഷീലയുടേത് വയസ്സപ്പം എത്രയായിരിക്കും? 6 + 5 11. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് 11. ആൻസർ ഓപ്ഷൻ ഡി 11. ഓപ്ഷൻസിൽ നിന്ന് നോക്കി പോകുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഇവിടെ ഈ ചോദ്യത്തിൽ ഈ എക്സിൻ്റെ മെത്തേഡിൽ പോയാലും രണ്ടും ഒരുപോലെ തന്നെയാണ്. അടുത്ത ചോദ്യം: ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എഴുതിയിരിക്കുന്നു. എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഏതാണ്? ലവ് അതിന് NQXG. അപ്പോൾ L കഴിഞ്ഞാൽ M, ഒരു ആൽഫബറ്റ് മാറി N. നെക്സ്റ്റ് OPQ, VWX, EFG. അപ്പോൾ നമുക്കിനി വേണ്ടത് ഹെയ്റ്റ്. HI കഴിഞ്ഞ് J, A, B കഴിഞ്ഞ് C, ST, U കഴിഞ്ഞ് V, E, F കഴിഞ്ഞ് G, JCVG. ഇതായിരിക്കും ഹെയ്റ്റ് എന്നുള്ളതിൻ്റെ കോഡ്. JCVG. ഓപ്ഷൻ ഡി JCVG. അടുത്ത ചോദ്യം: 1 - 1/2 × 1/2 + 1/2. 1 - 1/2 × 1/2 + 1/2. അപ്പോൾ ബോട്ട് മാസ് പ്രകാരം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. ദാറ്റ് ഈസ് 1 - 1/4 + 1/2. ഇനി അഡീഷനും സബ്ട്രാക്ഷനും വന്നാൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകാം. 1 - 1/4 ഒന്നിൽ നിന്ന് 4 പോയാൽ 3/4. 3/4 + 1/2. അപ്പോൾ 3/4 അരയും കൂടെ കൂട്ടിയാൽ 1/4.
നമുക്ക് ആ ഫ്രാക്ഷൻ്റെ LCM ഒക്കെ എടുത്താൽ 3/4 പ്ലസ് 1/2 എന്നുള്ളതിനെ നമുക്ക് 2/4 എന്ന് എഴുതാം. 5/4 5/4 തന്നെയാണ് 1 and 1/4. 5/4 അതിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1 and 1/4 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ 1 and 1/4. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? AZ BY CX DW. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും. എ ഫസ്റ്റ്, ലാസ്റ്റ് 26th ആൽഫബറ്റ് Z. അതുപോലെ ബി സെക്കൻഡ്, 25th ആൽഫബറ്റ് Y. തേർഡ് C. X 24th 25 24 ബാക്കിൽ നിന്നും 26 25 24 ഇവിടെ. ഫോർത്ത് D. ഇവിടെ W 23rd. അപ്പോൾ 22nd 5 ആയിരിക്കണം. E വരുന്നു, U ഇവിടെ V EV VW XYZ അതിനെ റിവേഴ്സിൽ ZYX എന്ന് ബാക്കിലേക്ക് എഴുതും. അപ്പോൾ EV ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഇത് താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരിക. നിരീക്ഷണം, താരതമ്യം, വർഗീകരണം, അപഗ്രഥനം, നിഗമനം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? 63 67 71 70. അല്ല, 63 മാത്രമാണ് ഭാജ്യസംഖ്യ. അഥവാ കോമ്പോസിറ്റ് നമ്പർ. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ 63, ബാക്കി ഇത് 3, 67 71 73. ഇത് 3 അഭാജ്യ സംഖ്യകളാണ്. അടുത്ത ചോദ്യം, ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികൾ ഉണ്ട്? അപ്പോൾ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത്. അപ്പോൾ ഇവിടെ T = m+n-1. m എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നുള്ള സ്ഥാനം, n പിന്നിൽ നിന്നുള്ള സ്ഥാനം. ടോട്ടൽ ആകെ 50. അപ്പോൾ 50. രാഹുൽ മുന്നിൽ നിന്നും 16ാമത്. അപ്പോൾ 16 + n-1. അപ്പോൾ 50 എന്ന് പറയുമ്പോൾ 15 + n. സോ രാഹുലിൻ്റെ പിന്നിൽ നിന്നുള്ള സ്ഥാനം 35. അപ്പോൾ രാഹുൽ മുന്നിൽ നിന്നും 16ഉം പിന്നിൽ നിന്നും 35ഉമാണ്. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് ഇവിടെ. അപ്പോൾ പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ. അപ്പോൾ ഫാത്തിമയുടെ കേസിലെടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ 38. അപ്പം 35 കഴിഞ്ഞാൽ 36 37 38. ഇവർക്ക് 2 പേർക്കും ഇടയിൽ എത്ര പേരാണുള്ളത്? 2 പേരാണുള്ളത്. 2 പേർ ഇവർക്കിടയിലുണ്ട്. ഒന്നുകിൽ 2 പേരുടെയും മുന്നിൽ നിന്നുള്ള സ്ഥാനം, അല്ലെങ്കിൽ 2 പേരുടെയും പിന്നിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കുക. എന്നിട്ട് അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഉത്തരം 2. ആൻസർ ഓപ്ഷൻ എ 2. അടുത്ത ചോദ്യം, ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? 12 കിലോമീറ്റർ തെക്കോട്ട്. അപ്പോൾ താഴേക്ക് ഇവിടെ തെക്ക്, വടക്ക്, ഇവിടെ കിഴക്ക്, പടിഞ്ഞാറ്. ഇങ്ങനെയാണ്
ഡയറക്ഷൻസ്. അപ്പോൾ 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. ഇനി അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് നിൽക്കുന്നയാൾ വലത്തോട്ടെന്ന് പറയുമ്പോൾ 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ടേക്ക് 7. മുകളിലത്തെ ഈ വരയ്ക്ക് സമാന്തരമായി തന്നെ 7 കിലോമീറ്റർ വരുന്നു. ഇവിടെ ഇപ്പം വന്ന് നിൽക്കുന്നു. ഇതിന് അഭിമുഖമായി ഇവിടെ വന്ന് നിൽക്കുന്നു 7 കിലോമീറ്റർ. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്താൽ, ഒരു ലൈനിട്ട് ജോയിൻ ചെയ്താൽ മനസ്സിലാവും ഇതും 4 കിലോമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ 12 + 4 16 കിലോമീറ്റർ തെക്ക്. 16 കിലോമീറ്റർ തെക്കാണ് അയാളുടെ സ്ഥാനം. തൊണ്ണൂറ്റിയെട്ട്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 16 കിലോമീറ്റർ തെക്ക്. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ എയുടെ താഴെയാണ് ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ എ ഡി, ഇത് ബിയുടെ മുകളിലാണ്. ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. അപ്പോൾ ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവും. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നിൽക്കുന്നത് സി ആണ്. ഏറ്റവും കൂടുതൽ, നമുക്ക് എ ആണോ ഡി ആണോ എന്ന് വ്യക്തമല്ല. ഏറ്റവും കൂടുതൽ ഡി ആണെങ്കിലും ഏത് തന്നെ ആയിരുന്നാലും ഏറ്റവും താഴെ നിൽക്കുന്നത് സി ആണ്. അപ്പോൾ ഏറ്റവും കുറവ് സിക്കാണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ABC = 6, BCD = 9 ആണെങ്കിൽ CDE. അപ്പോൾ ABC യുടെ ആൽഫബറ്റിക് ഓർഡറിൽ 1 + 2 + 3 = 6. ഇനി BCD അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ 2 + 3 + 4 9. അങ്ങനെ നോക്കിയാൽ CDE 3 + 4 + 5 = 12. ഓപ്ഷൻ സി 12. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.